എൻ്റെ ജീവിതത്തിലെ ഒരുപാട് വർഷങ്ങൾ എനിക്ക് നഷ്ടമായിരുന്നു. അതായത് പല കാര്യങ്ങളും ഞാൻ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്ക് എനർജി നഷ്ടം, ധനനഷ്ടം, സമയനഷ്ടം, ആരോഗ്യം എല്ലാം എനിക്ക് നഷ്ടമായി. ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ ഹാർഡ് വർക്കല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അങ്ങനെ വൈകിയ വേളയിൽ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ചെടുത്ത പല കാര്യങ്ങളുമാണ് ഇപ്പം എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതും അപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഏകദേശം ഒരു 80% ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20% മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടപ്പെട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഈ പോകുന്ന വഴി ശരിയാണോ, ഇങ്ങനെ പോയിട്ട് വല്ല കാര്യമുണ്ടോ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. ഈ പറഞ്ഞ വെറും 20% മാത്രമാണ് ജീവിതത്തിലൊരു പ്രോഗ്രസ് ഉണ്ടാക്കി തരുന്നത്. ആ 80% എന്ന് പറയുന്നത് ആക്ച്വലി വേസ്റ്റാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തിനാണ് ഞാൻ ആ 80%-നകത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ 20% ഫോക്കസ് ചെയ്താൽ പോരെ, അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാക്കിയാൽ പോരെ, അതിൽ കൂടുതൽ ഇമ്മേഴ്സീവായിട്ട് ഇറങ്ങിയാൽ പോരെ എന്ന് ചിന്തിച്ചു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കും, അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് വേസ്റ്റാക്കി കളയുന്ന കുറേ സമയമുണ്ടായിരിക്കും 80% കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. 20%-നകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യും. അതായത് 20% എഫേർട്ടിൽ നിന്ന് 80% റിസൾട്ട് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യും. അങ്ങനത്തെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചേല്. അല്ലാതെ ചുമ്മാ വേസ്റ്റാക്കി കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ സമയനഷ്ടം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിന് ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷം പോലും തരാൻ ചിലപ്പോൾ അതിന് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ആ 20%-നകത്ത് വരും. അത് ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പണ്ട് എനിക്ക് ഈ മടി പിടിക്കുന്ന സ്വഭാവം കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ മോശമാണെന്നുള്ളതല്ല, ഇപ്പോഴും ഉണ്ട് അത്യാവശ്യം. പക്ഷേ പണ്ട് അത് കുറച്ച് കൂടുതലായപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ അത് ബാധിക്കും. കാരണം നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ഇത് മാറ്റാൻ എന്ത് ചെയ്യും? കാരണം പലപ്പോഴും പല കാര്യങ്ങളും നാളേക്ക് മാറ്റി വെച്ച് നാളെ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു രീതി കുറച്ച് കൂടുതലായിരുന്നു. ഈ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ലാസ്റ്റ് അതൊരു ലോഡായിട്ട് മാറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് മടിയൻ മല ചുമക്കും എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അതായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പുതിയ റൂളിനെ കുറിച്ചിട്ട് ഇതൊക്കെ ഒരുപാട് സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളായിട്ട് ഈ പറയണത്. അത് എൻ്റെ ജീവിതത്തിലും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതിനു വേണ്ടി നമ്മൾ സമയം കളയരുത്. അതങ്ങോട്ട് ചെയ്ത് തീർക്കുക. അത് പിന്നെ അടുത്ത് നാളേക്ക് മാറ്റി വയ്ക്കുക. ആ പരിപാടിക്ക് പോകരുത്. കാരണം 2 മിനിറ്റിനുള്ളിൽ തീരും. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫോൺ എടുത്ത് റിപ്ലൈ കൊടുക്കുകയാണ്, നമുക്ക് 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഒരു മെസ്സേജിന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നു, 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുമോ? ചെയ്യാം. ഒരു മെയിൽ ചെക്ക് ചെയ്യാണ്ട്, അർജൻറ്റായിട്ട് മെയിൽ തിരിച്ചയക്കാണ്ട് 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. നിങ്ങൾക്ക് രാവിലെ ഇപ്പോൾ ജിമ്മിൽ പോകാൻ മടിയാണ്, 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റുമോ? അങ്ങ് ഇറങ്ങി ഒരുങ്ങുക, അത്രയേ ഉള്ളൂ. 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് വളരെ വെർത്തായിട്ടുള്ളൊരു കാര്യമാണ്. നാളേക്ക് മാറ്റി വയ്ക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു റൂളാണ് 2 മിനിറ്റ് റൂള്. പണ്ട് ഞാൻ ചെയ്തിരുന്ന മറ്റൊരു മണ്ടത്തരമാണ്, അതായത് പല കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ബന്ധവും ഉണ്ടായിരിക്കണമെന്നില്ല. അതായത് കുറച്ച് നേരം ഞാൻ ഷൂട്ടിങ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിലപ്പോൾ മെയിൽ ചെക്ക് ചെയ്യും. കാരണം പല കാര്യങ്ങളും ഉണ്ടല്ലോ. അതുപോലെ വാട്സാപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പോലും, യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ, അങ്ങനെ പലപ്പോഴും പലതുമായിട്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. മിക്സ് ചെയ്യുന്ന വെച്ചാൽ ഒന്നിന് ശേഷം ഒന്ന്, അത് എന്തെന്നുള്ള ഒരു ബന്ധമില്ല. അത് കഴിഞ്ഞ് അടുത്ത പണി, അത് കഴിഞ്ഞ് ചിലപ്പോൾ പുറത്തോട്ട് പോകും. ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റിസൾട്ടും അതുകൊണ്ടുണ്ടാവില്ല. കാരണം നമുക്കൊന്നിനകത്ത് പരിപൂർണമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരേപോലെയുള്ള ടാസ്കുകളാണെങ്കിൽ നമുക്കവിടെ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷൂട്ട് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേണമെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതായത് ബാച്ച് ചെയ്യാൻ പറ്റും. ഒരേ സിമിലർ ആയിട്ടുള്ള പണികളെ നമുക്ക് ഒരു ബാച്ചായിട്ട് ഒന്നിച്ച് ചെയ്യാം. ഇപ്പോൾ മെയിൽ ചെക്ക് ചെയ്യുന്നത്, വാട്സാപ്പിൽ നമുക്ക് റിപ്ലൈ കൊടുക്കുന്നത്, യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നത്, അതെല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരു ബന്ധവുമില്ലാതെ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഒരേപോലത്തെ ടാസ്കുകൾ ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റീവായിരിക്കാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുരങ്ങനെ പോലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന പോലെ ചാടി കളിക്കേണ്ട അവസ്ഥ വരില്ല. നമുക്ക് ഫോക്കസ് കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ പറഞ്ഞു വരണത്, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ ഗുണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അതിൽ നിന്നായിരിക്കും. എല്ലാം കൂടി ഇങ്ങോട്ട് പരത്തി വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഭേദം ഇതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഞാൻ ചില നേരത്ത് അരമണിക്കൂർ ജോലി ചെയ്യും, ചിലപ്പോൾ 1 മണിക്കൂർ ജോലി ചെയ്യും, ചിലപ്പോൾ 1.5 മണിക്കൂർ ജോലി ചെയ്യും, ചിലപ്പോൾ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ജോലി ചെയ്യും, വീഡിയോ എഡിറ്റ് ചെയ്യും, അത് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒന്നിനകത്ത് ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടത്. അത് ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. ചില ആൾക്കാർക്ക് 1/2 മണിക്കൂറാണെങ്കിൽ 1/2 മണിക്കൂർ, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർ. എനിക്ക് 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നത് അത്ര പ്രശ്നമില്ല, എനിക്കിരിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തോട്ട് തന്നെ ഇറങ്ങും. അപ്പോൾ അതിനകത്ത് ഫോണ്, മെയിൽ, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഫുൾ ടൈം അതിനായിട്ട് തന്നെ ഇറങ്ങും. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസും ഓഫാണ്, അതായത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും പലപ്പോഴും പല നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ മൊത്തമായിട്ട് ഫോണെ ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പല ഡിസ്ട്രാക്ഷനും ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ റിസൾട്ട് കൂടുതലായിരിക്കും. കാരണം നമ്മൾക്ക് അവിടെ പരിപൂർണമായിട്ട് ഏകാഗ്രത കിട്ടും. ഏകാഗ്രതയോടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു 90 മിനിറ്റ് 1.5 മണിക്കൂർ ഇമ്മൻസീവായിട്ട് ഭയങ്കരമായിട്ട് ആഴത്തിലിറങ്ങി ഒരു കാര്യം ചെയ്യുക. അത് ജോലിയാവാം, നിങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ പഠിപ്പായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ശരി, അത് ഒരു ഡീപ്പ് ലെവലിലേക്ക് ചെയ്തതിന് ശേഷം മാത്രം റെസ്റ്റ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തു. ആ 1.5 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ റിസൾട്ട് കൊണ്ടു തരിക, വേറെ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പ്രണയം തുടങ്ങുന്ന സമയത്ത് എത്ര സൂപ്പറായിരുന്നു, എത്ര മനോഹരമായിരുന്നു ആ ഒരു ജീവിതം. ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നില്ല അന്ന്. പ്രണയം എന്ന് ആലോചിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പാർട്ട്ണറെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ തലയിൽ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒരു അടുപ്പമില്ല, ഒരു ബന്ധമില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ കേൾക്കുന്നില്ല. ഈ ബന്ധം എങ്ങോട്ടാ പോകണം തന്നെ നിങ്ങൾക്കൊരു പിടിയില്ല. ചെറിയ ചെറിയ വഴക്കുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഗംഭീര അടിയാണ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളെ പ്രണയിക്കാൻ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എങ്ങനെ പ്രണയിക്കണം എന്നുള്ളത് ആരും നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടെയാണ് ഞാനൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സ്. ഇത് നിങ്ങളെ പഠിപ്പിക്കും എങ്ങനെ ആഴമുള്ളൊരു ബന്ധം ഉണ്ടാക്കണം, എങ്ങനെ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ പാർട്ട്ണറെ മനസ്സിലാക്കണം, മനസ്സിലാക്കി പെരുമാറണം. അതോടുകൂടി പ്രശ്നം സോൾവ് ആയില്ലേ. അങ്ങനെ സ്മൂത്തായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം എല്ലാം നമ്മളിതിനകത്ത് പഠിക്കും. വല്ലാണ്ട് വഴുകി പോകാൻ നിൽക്കണ്ട. ബന്ധം കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരത്തിൽ പെടും. അത് പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നൊരു മണ്ടത്തരം ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷേ അത് തെറ്റാണെന്നുള്ളത് എനിക്കറിയാം. സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മിക്കവാറും എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം. കാരണം എൻ്റെ കുട്ടീനെ ഒരുക്കണം, കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, ഡ്രസ്സ് ഇടിപ്പിക്കണം, ഭക്ഷണം പിന്നെ വൈഫ് കൊടുത്തോളും, കൊണ്ടുപോക്ക് ബസ്സിൽ കയറി പോയിക്കോളും സ്കൂളിലേക്ക്. അപ്പോൾ ഇതൊക്കെ രാവിലെ ചെയ്യുന്ന സമയത്ത് നേരത്തെ എണീക്കണം. കാരണം കുട്ടി എല്ലാവരും ഉണ്ടാകുമ്പോൾ ചുരുണ്ടി കൂടി കിടക്കാൻ നമുക്ക് വകുപ്പില്ല. പക്ഷേ ഞായറാഴ്ച ആകുന്ന സമയത്ത് കാര്യം നേരെ തിരിച്ചാണ്. കാരണം നമുക്ക് നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവം ഇല്ല. കാരണം എങ്ങനെ നന്നായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു 10-10:30 വരെ കിടന്നുറങ്ങുന്ന ആ ഒരു ശീലമായിരുന്നു. 10:30 മണി വരെയൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എണീക്കുന്ന സമയത്ത് പ്രശ്നമാണ്. കാരണം എന്താ, നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളിങ്ങനെ ശീലിച്ച് വന്നതിനനുസരിച്ചിട്ടാണ്, നമ്മുടെ സർക്കേഡിയം ഋതത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം നമ്മളത് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്കത് തെറ്റിക്കാനുള്ളൊരു പ്രവണത ഉണ്ടായിരിക്കും. അത് നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല, നമ്മുടെ ശരീരം അങ്ങനെ ചെയ്യാനുള്ളൊരിതുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് എണീക്കുന്ന സമയത്ത് ഭയങ്കര ഉറക്കച്ചടവും ഭയങ്കര ക്ഷീണമായിരിക്കും. കാരണം തലേ ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് വൈകിട്ട് എണീറ്റു. അപ്പോൾ അതാണ് ഇനി സമയം എന്നാണ് നമ്മുടെ ശരീരം ചിന്തിക്കുന്നത്. അല്ല എന്നുള്ളത് നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയമാറ്റം നമുക്ക് ക്ഷീണം ഉണ്ടാക്കും. നമുക്ക് രാവിലെ എണീക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, രാത്രി ഒരുപാട് വൈകി ഉറങ്ങിപ്പോയി എന്ന് വരും. കാരണം എന്താ, രാവിലെ നമ്മൾ നേരത്തെ എണീറ്റിട്ടില്ല, 10-10:30ക്കാണ് എണീറ്റത്. ആ സ്ഥിതിക്ക് നമുക്ക് ഉറക്കമൊന്നും പെൻഡിങ് ഇല്ല. സോ നമ്മൾ രാത്രി ഒരുപാട് ഇരുന്ന് പോകും, അല്ലെങ്കിൽ ഉറക്കം വരാതെ ചുമ്മാ അങ്ങനെ കണ്ണും വീഴ്ച കിടക്കും. അപ്പോൾ എന്തുണ്ടാവും, പിന്നെ അഗെയിൻ നെക്സ്റ്റ് ഡേ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരുപാട് വൈകി പോകും. അതല്ല നമുക്ക് വൈകി പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകണം, കുട്ടീനെ ഒരുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പിന്നെയും പ്രശ്നമായി. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് പോയി കിട്ടും. പറഞ്ഞു വരണത്, ഒരൊറ്റ ദിവസം പോലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ ഞായറാഴ്ചയില്ല ഇന്ന് അങ്ങോട്ട് കടന്നുറങ്ങിയേക്കാം, ചെയ്യരുത്. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി, നമ്മൾ ഡെയിലി നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും.
എന്നിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒരു ലീവാണ് കൊടുക്കും. എന്തിനാ? ശരീരം ഒന്ന് റീഗെയിൻ ചെയ്തെടുക്കാനാണെന്നാണ് വെപ്പ്. ഞാൻ പറയും അത് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് നടക്കുകയെങ്കിലോ അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കളിക്കുകയോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് മല മറിക്കണം എന്നല്ല പറയണത്, ഒരു ഷട്ടിൽ കളിക്കുകയോ അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റം അതവിടെ നിലനിൽക്കും. ആ ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടായിരിക്കും. ഈ കൺസിസ്റ്റൻസിയാണ് പലപ്പോഴും നമുക്ക് വിജയങ്ങൾ കൊണ്ടുത്തരുന്നത്, റിസൾട്ട് കൊണ്ടുത്തരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യത്തെ 2 ആഴ്ച പഠിച്ചു, പിന്നെ നിങ്ങൾ 4 ആഴ്ചക്ക് പഠിച്ചില്ല, പിന്നെ ഒരാഴ്ച പഠിച്ചു, പിന്നെ നിങ്ങൾ ഒരാഴ്ചക്ക് പഠിക്കുന്നില്ല, പിന്നെ നിങ്ങൾ 2 ആഴ്ച പഠിച്ചു. എനിക്കറിയില്ല നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ജയിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ത്രൂ ഔട്ടായിട്ട് ആ മൊമെൻറ്റം കീപ്പ് ചെയ്താൽ അങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പഠിച്ചെടുത്തൊരു കാര്യം അതാണ്. ഞായറാഴ്ച ആണെങ്കിൽ ശരി, പോത്ത് പോലെ കിടന്നിറങ്ങും, അതേ കുറച്ച് നേരത്തെ എണീക്കുക. ഇപ്പം നമ്മൾ 6:30 എണീറ്റിരുന്ന ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കെങ്കിലും എണീക്കുക. അതിൻ്റെ മുകളിലേക്ക് പോകരുത് എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചെടുത്തു. പലപ്പോഴും നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഫ്രീ സോൺ കിട്ടാറില്ല. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമായിട്ട് കയറി വരും, കൂട്ടുകാരായിട്ട് കയറി വരും, അതല്ലെങ്കിൽ നൈബേഴ്സായിട്ടുള്ള ആരെങ്കിലും വരും, അമ്മയുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ചേച്ചിമാരൊക്കെ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഒക്കെ പോവും. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യുന്ന നേരത്തെ ആയിരിക്കും ചിലപ്പോൾ അവർ കയറി വരിക. അപ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഈ സമയത്ത് പോലും അവിടെ പുറത്ത് അവർ വരാന്തയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അതിൻ്റെ പാദസരം കിലുങ്ങുന്നതിൻ്റെ ഒച്ച കേൾക്കാം. അപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ സോണെന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടല്ലേ ജീവിക്കുന്നത്, സോളോ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സോൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, ഒരു ശല്യങ്ങളില്ലാത്തൊരു സോണ്. അതിപ്പോൾ കുട്ടീനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഷൂട്ടിംഗ് എടുക്കുകയാണ് കേട്ടോ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറയും അച്ഛൻ ട്യൂഷൻ എടുക്കുകയാണ് കേട്ടോ മോളെ എന്ന് പറയുന്ന സമയത്ത് അതിന് മനസ്സിലാവും. കാരണം എന്താ, അമ്മ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതായത് അക്കൗണ്ടൻസിയൊക്കെയാണ് വൈഫ് പഠിപ്പിക്കുന്നത്, ബിസിനസ്. അപ്പോൾ ഓൺലൈനായിട്ട് ട്യൂഷനും എടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഓൺലൈനിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. സ്കൂളിൽ പോകുന്നുണ്ട്, വീട്ടിൽ ഓൺലൈൻ ട്യൂഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവൾക്കറിയാം അച്ഛൻ ട്യൂഷൻ എടുക്കുകയാണ്, അപ്പോൾ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് അറിയാം. അല്ലാതെ അച്ഛൻ ഷൂട്ട് ചെയ്യുകയാണെന്നോ അങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നോ അത് യൂട്യൂബിൽ വരുന്നുണ്ടെന്നോ ഇതൊന്നും അറിയാറായിട്ടില്ല കുട്ടിക്ക്. അപ്പോൾ അച്ഛനും ട്യൂഷൻ എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ഈ റൂമിൻ്റെ പരിസരത്തേക്ക് ആൾ വരില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. എന്നാലും ആ അപ്പുറത്ത് കൂടെ ഇങ്ങനെ കൊലുസിട്ടിട്ട് നടന്ന് നമ്മുടെ പാദസരം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. 0% ഡിസ്ട്രാക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു 90-95% നമുക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സോൺ ഉണ്ടെങ്കിൽ, അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മുടെ ജോലി ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനൊക്കെ പ്രൊഡക്റ്റീവായിരിക്കും. അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, റിസൾട്ട് കൂടുതലായിരിക്കും. സോ അങ്ങനെ ഒരു സോൺ നിങ്ങൾ കണ്ടുപിടിക്കണം. വീട്ടിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾ പഠിക്കുന്നവരാവട്ടെ, നിങ്ങൾക്കായിട്ടൊരു സ്പേസ് അത് ഉണ്ടാകുന്നത് നല്ലതാണ്. അവിടെ ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മൊബൈലിൻ്റെ ഫോണിൻ്റെ റിങ് അടിക്കാൻ പാടില്ല, നോട്ടിഫിക്കേഷൻ ഓഫായിരിക്കണം, വീട്ടിലുള്ള ആൾക്കാരുടെ ശല്യം ഉണ്ടാകാൻ പാടില്ല, കുട്ടികൾ ആരും നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് വരരുത്. അത് നിങ്ങളുടേതായിട്ടുള്ള ലോകമാണ്. അത് ജോലിയാവട്ടെ, പഠിപ്പാവട്ടെ, ആർട്ടിസ്റ്റിക്കായിട്ട് നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആളാവട്ടെ, പാട്ട് പാടാൻ പ്രാക്ടീസ് ചെയ്യുന്ന സാധകം ചെയ്യുന്ന ആളാവട്ടെ, എന്തു ആയാലും ശരി, ശല്യമില്ലാത്തൊരിടം നിങ്ങൾ കണ്ടുപിടിക്കുക. പണ്ടൊക്കെ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു പ്ലാനും ഇല്ല. എന്ത് ചെയ്യണം ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. ചുമ്മാ രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കും ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ഇന്നിപ്പോൾ എവിടെ പോകേണ്ടത്, ഇന്നിപ്പോൾ വർക്ക് തേടി പോകണോ അതോ ഇന്നിപ്പോൾ ക്ലയൻറ്റിനെ വിളിച്ച് നോക്കണോ, എന്താ ചെയ്യേണ്ടത്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നീ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ മാറ്റി. അതായത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യും. നാളെ ചെയ്യേണ്ട ഒരു 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ, സോ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്തേ വയ്ക്കും തലേ ദിവസം. കാരണം ആ ദിവസം എണീക്കുന്ന സമയത്ത് മൊത്തം കൺഫ്യൂഷനോട് കൂടിയിട്ട് ഒരു ദിവസം രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല എന്നല്ല, ഒരുപാട് എനർജി വേണ്ടുന്നൊരു കാര്യമാണ്. സോ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ എണീറ്റതിന് ശേഷം ഇന്നിപ്പോൾ എന്താ ചെയ്യുക, ഇന്നിപ്പോൾ ഏത് ഡ്രസ്സ് ഇടുക, ഇന്നിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുക, ഇന്നിപ്പോൾ ബൈക്കിൽ പോകണോ കാറിൽ പോകണം, കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ എന്താണോ ചെയ്യേണ്ടത്, നമ്മൾ എന്തിലാണോ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ഇറങ്ങിക്കൂടെ. ഇന്നിപ്പോൾ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്, ഇന്നിപ്പോൾ ഏത് ഷൂ ഇടേണ്ടത്, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട മാറ്ററാണോ ആണെങ്കിൽ തന്നെ അത് തലേ ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം രാവിലെ കൺഫ്യൂഷൻസ് എന്നും ഇല്ലാതെ വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ടും ഉണ്ടാകും. അതല്ലങ്ങനത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. രാവിലെ കൺഫ്യൂഷനോട് കൂടി എണീക്കുന്ന നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തലേ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു 3-4 കാര്യങ്ങൾ നാളേക്കുള്ളത് എഴുതി വയ്ക്കുക. രാത്രി പറ്റുകയാണെങ്കിൽ നിങ്ങളെ ടു ഡു ലിസ്റ്റോ മൊബൈലിലൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാമല്ലോ നാളേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ.
എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒരു 3-4 എണ്ണെങ്കിലും കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു എനർജിയും ടൈമും തമ്മിലൊരു ബന്ധമുണ്ട്. എനിക്കിത് പണ്ട് അറിയത്തില്ലായിരുന്നു. അതായത് ഞാൻ പല കാര്യങ്ങളും ദിവസം ചെയ്യാനുള്ള പ്രധാനപ്പെട്ടതും അപ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് പിന്നീട് അത് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. എൻ്റെ കാര്യത്തിൽ എനിക്ക് രാവിലെ ഒരു ഉച്ച വരയ്ക്കൊക്കെ നല്ല എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്ന് പറയണമെങ്കിൽ അത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് എനർജിയുടെ ഗ്രാഫ് ഇങ്ങനെ താഴത്തോട്ട് പോകുന്ന സമയത്താണ്. ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഹൈലി പ്രൊഡക്റ്റീവ് ആകാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ രാവിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എനർജി ഏറ്റവും കൂടുതലുള്ള സമയം ഏതാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടല്ലോ എല്ലാവർക്കും. എനിക്കത് രാവിലെയാണ്. ചില ആൾക്കാർക്ക് അത് വൈകുന്നേരമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ജിമ്മിൽ പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവർക്ക് വൈകുന്നേരം ജിമ്മിൽ പോകുമ്പോൾ എനർജി ഉണ്ട്. അത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ഹെവി കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് തളരും. രാവിലത്തെ അത്ര എനർജി എന്തായാലും വൈകുന്നേരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എനർജി എപ്പോഴാണോ ഉള്ളത് ആ സമയത്ത് ഏറ്റവും ഹാർഡായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി വൈസ് ടോപ്പിൽ നിൽക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ആ കാര്യം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലെസ് എനർജി ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ വിജയം നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറയണത്. പണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇത്തിരി കുറവായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ജിമ്മിൽ പോകേണ്ട, എനിക്ക് ജിമ്മുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറയണത്. കാരണം ഞാനത് ഒരു ഫിറ്റ്നസ് ഫ്രീക്കല്ല, അത്യാവശ്യം വയറൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ലേശം മടിയുള്ള കൂട്ടത്തിലാണ്. ഇപ്പോഴും ഇല്ലയെന്ന് പറയണില്ല. പണ്ട് എന്ന് പറയുമ്പോൾ മടിയല്ല, കൺസിസ്റ്റൻസി, മടിയെന്നും പറയാം, കൺസിസ്റ്റൻസി കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് എൻ്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടായിരുന്നു. കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, എന്നെക്കാട്ടിലൊരു 10-15 വയസ്സിനൊക്കെ താഴെയുള്ള ചെറിയ ചെക്കനാണ്. അപ്പോൾ അവന് ജിമ്മിൽ പോകുന്ന ഒരു ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. ആൾ നല്ല 6 പാക്കും ഒക്കെയാണ്, ചെറിയ ചെക്കനാണ്. അവന് ഞാനും കൂടി ജിമ്മിൽ പോകുമായിരുന്നു. അപ്പോൾ ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ, രാവിലെ എണീക്കുന്ന സമയത്ത് അവൻ വന്ന് വിളിക്കും. അവൻ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കും, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ശല്യം ചെയ്യും. വാ 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 ഇറങ്ങ്, വാ ഏട്ടൻ വാ പോയാലേ പറ്റുള്ളൂ ഒരാൾ നമ്മളെ വിളിക്കാനുണ്ടെങ്കിൽ. അപ്പോൾ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്നൊരു സമയത്ത് നമുക്ക് ആ കാര്യം ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കാര്യങ്ങൾ മാറി, ഫാമിലിയായി. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വൈഫ് തന്നെയാണ്. ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താ ഷൂട്ട് ചെയ്യുന്നില്ലേ ഇപ്പോൾ, എന്താ എഡിറ്റ് ചെയ്യുന്നില്ലേ ഇപ്പോൾ, എന്താ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുകയാണോ? അതായത് നമ്മളെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും, ഒരു പുഷ് കിട്ടും. സാധാരണഗതിയിൽ നമ്മളെന്താ ചിന്തിക്കുന്നത്, എന്നെ ആരും ഭരിക്കാൻ വരണ്ട. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ ബോസ് ഞാൻ തന്നെയാണ്, എന്നെ ആരും ഭരിക്കണ്ട, ഞാൻ ആർക്കും കടപ്പെട്ടിട്ടില്ല, ബാധ്യതപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. PT ഉഷയ്ക്ക് ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ടോ? ഉസൈൻ ബോൾട്ടിന് ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ കോച്ച് എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രിക്കാനുള്ള, പിന്നെ നിന്ന് പുഷ് ചെയ്യാനുള്ള ഒരാൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. പലപ്പോഴും അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരാളുടെ അഭാവം നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ, അതായത് നമ്മുടെ വിജയത്തിലേക്കുള്ള ആ പോക്കുണ്ടല്ലോ, ആ ഒരു യാത്ര, അതിന് സ്പീഡ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നതല്ലാതെ വേറൊരു ഗുണമില്ല. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉണ്ടാക്കുക. അങ്ങനെ ആരെങ്കിലും ഒരാളെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുക ആ സ്ഥാനത്തേക്ക്. കൂട്ടുകാരാവാം, നാട്ടുകാരാവാം, ലവറാകാം, പാരൻസ് ആകാം, പാർട്ട്ണറാകാം, ലൈഫ് പാർട്ട്ണറാകാം, എൻ്റെ ജീവിതത്തിലെ പോലെ ആരുമാകാം. പക്ഷേ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളുണ്ടാവുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളെ പാട്ടിന് അങ്ങനെ പോകും. പണ്ട് ഞാൻ ചെയ്തിരുന്നത് വേറൊരു മണ്ടത്തരമാണ്. വലിയൊരു കാര്യം ചെയ്യാനുണ്ട് ഒരു ദിവസം എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 10-100 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി ഒരു കാര്യം ചെയ്ത് തീർത്ത് തിരിച്ച് വന്നിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അന്നേക്ക് ചെയ്യാനുണ്ടായിരിക്കും. ഒരു 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. പിന്നെയും എല്ലാം കൂടി നമ്മൾ അന്ന് അങ്ങോട്ട് ചെയ്യാൻ നോക്കും. ഒരു വലിയ പ്രശ്നമാണത്. അങ്ങനെ ചെയ്യരുത്. അതായത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഒരു വലിയ കാര്യം ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കുന്നു, തളരുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളെന്താ ചിന്തിക്കുന്നത്, ഇതൊക്കെ ചെയ്ത് തീർക്കാനുള്ളതാണ്, ഇതൊക്കെ ചെയ്ത് തീർത്താൽ റിസൾട്ട് ഉണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു വലിയൊരു കാര്യം നിങ്ങളൊരു ദിവസത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക, അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. അതിനകത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചെറിയ കാര്യങ്ങളിലേക്ക് ടൈം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട്
നിങ്ങൾ മറ്റേ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുതരില്ല. അപ്പോൾ പഠിക്കാൻ നിങ്ങൾക്ക് ഇത്ര ഉണ്ട്, അപ്പോൾ അത് പഠിക്കുക. അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാനുണ്ടായിരുന്നു ഒരു ട്രിപ്പ്, അമ്മ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നുണ്ട്, പോകാമെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? നിങ്ങളുടെ ഈ പഠിപ്പ് അവിടെ കിടക്കും അല്ലേ? ഇവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്തെങ്കിലേ അവിടെ സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനകത്ത് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ആലോചിക്കാം, ഇല്ലെങ്കിൽ അത് അന്നേക്ക് വിട്ടേക്ക്, അത് നെക്സ്റ്റ് ഡേക്ക് നമുക്ക് മാറ്റി വെച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ റിസൾട്ടിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നില്ല. എത്തുമായിരിക്കും, ടൈം എടുക്കും. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തണമെന്നില്ല. എപ്പോഴെങ്കിലും എത്തിയാൽ മതിയോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്? നമുക്കിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കാറ് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു കാറ് കിട്ടിയാൽ കൊള്ളാം. അത് 40 കൊല്ലം കഴിഞ്ഞിട്ടൊരു കാറ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എനിക്ക് കാര്യമുണ്ടെന്ന്. അന്നും കാറ് കിട്ടിയ കാര്യമുണ്ട്, പക്ഷേ ഇന്നത്തെ ഗുണം അന്നുണ്ടാവില്ല. ഇന്നത്തെ ഒരു സന്തോഷം ചിലപ്പോൾ അന്ന് കിട്ടണമെന്നില്ല. അന്ന് മരവിച്ച് പോയിട്ടുണ്ടായിരിക്കും മനസ്സൊക്കെ. അന്ന് നമുക്ക് കുറേ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കത് വേണം തോന്നുന്നില്ല. എനിക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറുപ്പത്തിൽ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ വൈകി പഠിച്ച ഒരു 8-10 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ പലതും നിങ്ങൾക്ക് ഉപകരിക്കും എന്നെനിക്ക് തോന്നുന്നു.